ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും തന്ത്രപരമായ ശക്തിയും വർദ്ധിച്ചു വരികയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിലവിലെ അവസ്ഥ, ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വിവാദ പ്രസ്താവനകളും ഏറ്റവും പുതിയ 25% തീരുവയും നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും, മറുവശത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ C-295 വിമാന പദ്ധതി നമ്മുടെ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നു. ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയുടെ പഴയ ഔറോ വിമാനങ്ങൾ മാറ്റിസ്ഥാപിക്കാൻ 2021 എയർബസുമായി 21,000 കോടി രൂപയുടെ 56 വിമാനങ്ങൾക്കായി കരാർ ഉറപ്പിച്ചിരുന്നു. ഇതിൽ 16 വിമാനങ്ങൾ സ്പെയിനിലെ സെവിൽ ഫാക്ടറിയിൽ നിന്ന് എത്തിക്കാനായിരുന്നു കരാർ. ഇതിലെ അവസാനത്തെ വിമാനം ഈ സെപ്റ്റംബറിന് മുമ്പ് ഇന്ത്യക്ക് കൈമാറും, അതായത് കരാറിൽ പറഞ്ഞതിൽ 2 മാസം മുൻപേ. ബാക്കി 40 വിമാനങ്ങൾ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും. ഗുജറാത്തിലെ വഡോദരയിൽ അസംബ്ലി ലൈൻ ഉണ്ടെങ്കിലും ടാറ്റയുടെ ഹൈദരാബാദ്, നാഗപ്പൂർ ഫാക്ടറികളിൽ ഫ്യൂസലേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ നിർമ്മിക്കും. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ, അതായത് 2026 സെപ്റ്റംബറിൽ ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത C-295 പുറത്തിറങ്ങും. 2031 ബാക്കി 39 വിമാനങ്ങളും. ഇതിനോടകം തന്നെ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇത്തരം വിമാനങ്ങളുടെ മറൈൻ പതിപ്പിനായി, അതായത് 15 എണ്ണത്തിന് ഓർഡർ ചെയ്യാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ടാറ്റ ഈ ഫ്ലൈറ്റിന്റെ 14,000 ഭാഗങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുക, അതായത് ഏകദേശം 90%. എന്നാൽ 30ാമത്തെ ഫ്ലൈറ്റ് മുതൽ പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടും. ഇതിനെല്ലാം പുറമെയാണ് റഫാൽ ജെറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികളും പുരോഗമിക്കുന്നത്. എന്തിനേറെ, ഒരുപക്ഷെ റഷ്യയുടെ 5ാം തലമുറ വിമാനമായ സുഖോയ് Su-57 പോലും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും കൂടാതെയാണ് ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ യുദ്ധവിമാനമായ AMCAയുടെ നിർമ്മാണവും പുരോഗമിക്കുന്നത്. ഇതോടൊപ്പം നൂതന മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിവിധതരം യുദ്ധോപകരണങ്ങൾ വേറെയും. ഇന്ത്യ ഇത്തരം പുരോഗതികൾ നേടുന്നതിനിടയിലാണ് ട്രംപിന്റെ വിമർശനങ്ങളും 25% തീരുവയും ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് ഇന്ത്യയെ മരിച്ച സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ചിരുന്നല്ലോ. എന്നാൽ IMFന്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം ഇന്ത്യക്ക് 6.4% വളർച്ചയും അമേരിക്കയ്ക്ക് 2ൽ താഴെയുമാണ്. ട്രംപ് അവിടം കൊണ്ട് നിർത്തുന്നില്ല. ഇന്ത്യയുടെ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ, സൈനിക ഉപകരണങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് അധിക പിഴയും പ്രഖ്യാപിച്ചു. ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് മുമ്പ് 1%-ൽ താഴെ മാത്രമായിരുന്ന ഇന്ത്യയുടെ റഷ്യൻ ഓയിൽ ഇറക്കുമതി ഇപ്പോൾ 35 മുതൽ 40% വരെ ആയിരിക്കുന്നു. ഇന്ത്യയുടെ ഈ വാങ്ങലുകൾ വിപണി വിലയെ അടിസ്ഥാനമാക്കിയാണെന്ന് മുമ്പ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഈ വർഷം 51% വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഈ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലത്ത് 114% വർധനയുണ്ടായി. LNG, LPG ഇറക്കുമതിയും വർദ്ധിച്ചു. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാകുന്നുണ്ടെങ്കിലും പക്ഷേ ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ ഈ ബന്ധത്തിന് തടസ്സമാവുകയാണ്. 2023 G20 ഉച്ചകോടിയോടുകൂടി ഇന്ത്യ ആഗോള രംഗത്ത് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ശക്തിയായി വളർന്നു കഴിഞ്ഞു. അത് ലോകം അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യ അമേരിക്കയും ഒന്നിച്ചുള്ള ക്വാഡ് സഖ്യത്തിന്റെ നെടുന്തൂണായി. ചൈനയെ നേരിടുന്ന ഏക രാജ്യമായി ഇന്ത്യ. എന്നാൽ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ എന്നിവയുമായുള്ള ബന്ധം തണുത്തപ്പോൾ പാശ്ചാത്യ ലോകം നമ്മെ അംഗീകരിക്കുന്നില്ല എന്ന വികാരം ശക്തമായി. റഷ്യയിൽ നിന്നുള്ള എണ്ണവാങ്ങൽ തന്ത്രപരമായ സ്വയം പര്യാപ്തതയായി നമ്മൾ പ്രകീർത്തിക്കുന്നുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇഷ്ടക്കേടിന് കാരണമായി, പ്രത്യേകിച്ച് അമേരിക്കയുടെ. ഇന്ത്യ ഇപ്പോഴും ചൈനയെപ്പോലെ നേരിട്ട് പാശ്ചാത്യ ലോകത്തോട് ഏറ്റുമുട്ടാതെ തന്ത്രപരമായാണ് കാര്യങ്ങൾ നീക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രാലയവും ട്രംപിന്റെ വാദങ്ങൾക്ക് പ്രതികരിക്കാതെ പിന്നണിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. എന്നാൽ ട്രംപിന് വഴങ്ങുന്നുമില്ല. ഇന്ത്യ ഒരു ശക്തമായ സ്വയം പര്യാപ്ത രാഷ്ട്രമാണ്. C-295 പദ്ധതിയിലൂടെ നമ്മുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു. ട്രംപിന്റെ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ നയതന്ത്രവും സാമ്പത്തിക വളർച്ചയും നമ്മളെ മുന്നോട്ട് നയിക്കുമെന്ന് തീർച്ചയാണ്. ഇനി ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കൂ.